ആ അമ്മ അമ്മ എന്തേ മോനെ? അതെ അമ്മ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പില് ആർക്ക് വോട്ട് ചെയ്തേ? കോൺഗ്രസിനല്ലേ? ഞാൻ പിന്നെ എൻ്റെ ഏഹ്, പൗരാവകാശം വിനിയോഗിക്കണ്ടേ? അപ്പൊ അമ്മ കോൺഗ്രസിന് വോട്ട് ചെയ്തു. ഇപ്പൊ പുതിയൊരു തീരുമാനം വന്നിട്ടുണ്ട് നമ്മുടെ സതീശൻ ഗവൺമെന്റ് കോൺഗ്രസിന്റെ. പെൻഷൻ നമുക്ക് വീട്ടിലെത്തിക്കുന്നതായിരുന്നല്ലോ മുന്നത്തെ ഒരു നടക്കുന്ന ഒരു കാര്യം. അത് അത് വലിയ ഉപകാരമാണ്. ആ അപ്പൊ അത് ഇനി വീട്ടിൽ കൊണ്ടു തരുന്ന സെറ്റപ്പ് നിർത്തുകയാണ്. ഇനിയിപ്പോ നമ്മൾ ബാങ്കിൽ പോയി വാങ്ങണം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ATM കാർഡ് ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അമ്മ ഇതിനെ കുറിച്ച് എന്താണ് അമ്മയുടെ അഭിപ്രായം? അമ്മ ഒരു പെൻഷൻ വാങ്ങുന്ന വ്യക്തിയാണല്ലോ. എനിക്ക് അതിനോട് തീരെ അഭിപ്രായമില്ല, നല്ല അഭിപ്രായമില്ല. അതായത് കിടപ്പ് രോഗികളുണ്ടാവും, വീട്ടിൽ വേറെ ആരും കൊണ്ടുപോകാനില്ലാത്തവരുണ്ടാവും. അതിന് വണ്ടി വിളിക്കണം, നൂറ് നൂറ് പ്രശ്നങ്ങളാ. പെൻഷൻ നിർത്തലാക്കി ഗവൺമെന്റിന് കഴിവില്ല, നിർത്തലാക്കി എന്നുള്ളത്. ഇത് പെൻഷൻ നിർത്തലാക്കിയിട്ടില്ല, പെൻഷൻ വീട്ടിൽ നിർത്തലാക്കി എന്നുണ്ടെങ്കിൽ അത് ഇല്ല, അത് ഇല്ലാന്ന് വിചാരിക്കുക. ഇത് കിടപ്പ് രോഗികളും വയ്യാത്തവരും എന്ത് ചെയ്യും? മേടിക്കാൻ വിഷമം. അവനൊരു മരുന്ന് മേടിക്കാനാ 10 രൂപയുടെ ഒരു ആവശ്യം വന്നേ. നല്ല കാലത്ത് പിള്ളേരും പാടത്തും പറമ്പിലും പശുവിനെ നോക്കി കഷ്ടപ്പെട്ടു. വയസ്സായപ്പോ എന്തായാലും ഇത് കിട്ടണമെന്ന് കൂടി ഇപ്പൊ ഇല്ലാണ്ടാവാനും മേടിക്കാൻ പോവാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വരണേ. അത് ഗവൺമെന്റ് പറയുന്നത് എന്ന് വെച്ചാൽ മുന്നേ പെൻഷൻ കൊടുക്കുമ്പോ അത് പാർട്ടിക്കാർക്കും ഇവർക്കൊക്കെ അവര് പൈസ ഗവൺമെന്റ് നോക്കി കണ്ടുപിടിക്കട്ടെ, അർഹതയുള്ളതാണോ അർഹതയില്ലാത്തതാണോ എന്ന്. അർഹതയില്ലെങ്കിൽ വേണ്ട, കാര്യം കഴിഞ്ഞില്ലേ? അപ്പൊ അതാണ് അന്നംകുട്ടിയുടെ അഭിപ്രായം. അതാണ് അന്നംകുട്ടിയുടെ അഭിപ്രായം. ഇപ്പോൾ ഇനിയും വീട്ടിൽ തന്നെ പഴയ രീതിയിൽ തന്നെ തുടർന്നാൽ മതി എന്നാണോ? അത് അല്ലാണ്ട് പിന്നെ എനിക്ക് തീരെ വയ്യ, കണ്ണും കണ്ടുകൂടെ ചെവിയും കേട്ടുകൂടെ നടക്കാനും വയ്യ. ഞാൻ എങ്ങനെ പോയി പെൻഷൻ മേടിക്കും? അപ്പൊ ഇതാണ് നമ്മുടെ അമ്മയുടെ ചോദ്യം.